ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാലത്തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ്. അപ്പം ഇനി വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ കിച്ചണിലേക്ക് വന്ന് ആദ്യം ജഗ്ഗിലൊക്കെ വെള്ളം എടുത്ത് വെക്കണം. പിന്നെ ഇത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അരി ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ചോണ്ടുന്ന അരി നന്നായി കയ്യുമ്പോൾ പൊട്ടണ പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ മട്ടരി തന്നെയാണ് സ്ഥിരം മേടിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്ന അരി എന്തോ കയ്യുമ്പോൾ നന്നായി ഒട്ടണ പോലെ പശ പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് നന്നായി കഴുകി ഇട്ടിട്ടുള്ളത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് പുട്ടും മുതിരപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. മുതിര ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മുതിരയിൽ കല്ലുണ്ടാവാൻ ചില പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ അധികം കല്ലൊന്നും അങ്ങനെ ഉണ്ടാവില്ല, മണ്ണൊന്നും. ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മണ്ണുണ്ടാവും. അപ്പോൾ ഞാൻ 2 ബൗള് ഇതുപോലെ ഇങ്ങനെ 2 ബൗൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് ഈസിയായിട്ട് അരിച്ചിങ്ങനെ എടുക്കണം ചെയ്യാറ്. അപ്പം ഇങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേലേക്ക് ഇങ്ങനെ അരിച്ചൊഴിച്ച് അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും തന്നെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ വരും. അത് കളഞ്ഞ് വീണ്ടും 2-3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ മതി. പിന്നെ നന്നായി കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് അരിച്ചെടുക്കാറ് എന്നും. അപ്പോൾ വീട്ടിലമ്മയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചിലർ കാണാം, കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചായിട്ട് ഇങ്ങനെ അരിച്ചിടുന്നതും കാണാം. പക്ഷെ ഈ പ്രാവശ്യം മേടിച്ച മുതിരയിൽ അധികം അങ്ങനെ മണ്ണും കല്ലൊന്നും ഇല്ല കേട്ടോ. 1-2 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ മേടിക്കണേൽ ആദ്യമൊക്കെ എങ്ങും നന്നായിട്ടുണ്ടാവാറുണ്ട്. ഇപ്പം ഒന്നും അങ്ങനെ കാണാറില്ല മുതിരയിലൊന്നും കല്ല്. അപ്പോൾ 2-3 വട്ടമൊക്കെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് നന്നായി തിരുപ്പി നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കുക്കറടച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് കാലത്ത് തന്നെ. പിന്നെ ഇന്നലെ വൈകിട്ട് നാളികേരമൊന്നും ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് തന്നെ ഇന്ന് നാളികേരം ചെരുകണം. അപ്പം അല്ലെങ്കിൽ വൈകിട്ട് ചെറുകി വയ്ക്കണമെങ്കിൽ കാലത്ത് സുഖമാണ്. അപ്പോൾ ചില ദിവസം മടിയായിട്ട് അങ്ങനെ ഇരിക്കും. അല്ല സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ നാളികേരമൊന്നും ചെറുകി വയ്ക്കില്ല. അപ്പം ഇന്നലെ നാളികേരം ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് തന്നെ നാളികേരം കുടച്ച് നാളികേരമൊക്കെ ചെരിയെടുത്തല്ലേ പുട്ടുണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ കറിയിലേക്കൊക്കെ വേണം. അപ്പോൾ ഇതേ പുട്ടിനുള്ള പൊടിയൊക്കെ എടുക്കണം, ഗോതമ്പ് പൊടി. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഒരു മില്ലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ല നാട്ടിൽ നല്ല ഗോതമ്പൊക്കെ പൊടിച്ച് നമ്മൾ കഴുകി ഉണക്കി പൊടിക്കില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടുണ്ടാക്കാനൊക്കെ. ഗോതമ്പ് പൊടിയും അതിലേക്ക് നാളികേരം കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പുട്ടാവും. ഇത് നല്ല സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ അതേ മുതിര വെന്ത് വന്നപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിക്കിന്. പിന്നെ ഒരു അടുപ്പിൽ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചെറിയുള്ളി കറിവേപ്പിലും മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് അതും മൂപ്പിച്ച് പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് കുറച്ച് നേരം നന്നായി മൂപ്പിച്ച് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുതിര അതിലേക്കിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള മുതിരയാണ്. അപ്പോൾ അത് അതിലേക്കിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട്.
അവർക്ക് 3 ആൾക്കുള്ള പുട്ടും മതി. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുട്ടൊന്നും അങ്ങനെ കാലത്ത് സ്മൂത്തി തന്നെ കഴിക്കാറ് എന്നും. എന്നിട്ട് തടി കുറയേണ്ട ലക്ഷണമൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ മുതിരയും കാച്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പുട്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പുട്ടേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് 3 ആൾക്കും അത്ര മതി. അപ്പോൾ അതൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇനി വേണം എനിക്ക് കുറച്ച് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊന്ന് കുടിച്ചിനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ പണികളൊക്കെ ചെയ്യാറുള്ളൂ. അതിനിടയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഉണ്ടാവും ഇട്ട് വയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് തുണികളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ല ചൂടാവും. പിന്നെ ഉച്ചക്കലത്തേക്ക് കറി ഉണ്ടാക്കാൻ എന്താണെന്ന് നോക്കിയപ്പോൾ കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു വാങ്ങിച്ചാൽ. അപ്പോൾ അത് തന്നെ ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മുതിരപ്പേരി ഉണ്ട് കുറച്ച് കാലത്തത് ബാക്കിയും. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് പച്ചക്കറി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര ദിവസം നടക്കുമെന്ന് അറിയില്ല, എന്നാലും പറ്റാവുന്ന ദിവസം ഒന്ന് പച്ചക്കറി കഴിക്കാൻ നല്ലതല്ലേ. അപ്പം ഞാൻ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ അടർത്തിയെടുത്ത് നന്നായി കഴുകി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് അതിൽ ഇട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇത്രയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയും ഇത്രയാണ് പൊടികൾ എടുക്കണത്. സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ സ്റ്റീലിൻ്റെ പാത്രമായ കാരണം പെട്ടെന്ന് ഇത് ചൂടാവും. അപ്പോൾ പൊടികൾ ഇങ്ങനെ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ചൂടായി വരും. അപ്പം ഞാൻ വേഗം വേഗം തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയും ഒരു 1/2 സ്പൂണൊക്കെ ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പൊടികളൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിൽ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക.
തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് കുറച്ച് നേരം അതും കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് തക്കാളിക്ക് വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചപ്പോൾ ഒന്ന് വെന്തെല്ലാം ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ, ഒരു ചെറിയ ബൗൾ നാളികേരപ്പാലും കൂടി ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ചെറുതയിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കറി. പിന്നെ കറികളുടെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് ആദ്യം സ്റ്റൗവൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴുകി സിങ്കൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയതിന് ശേഷം പിന്നെ അടിച്ചു വാരി തുടയ്ക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പോയിട്ട് ഞാൻ അടിച്ചു വാരിയിടും. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.